കണ്ണൂരിൽ UDF സ്ഥാനാർത്ഥികളെ CPIM ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. പത്രിക നൽകാൻ ആളില്ലാതിരുന്നതും നൽകിയ പത്രിക പലരും പിൻവലിക്കുന്നതും ഇതുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസ് പറയുന്നത്. മലപ്പട്ടത്ത് റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ വെച്ച് ഒപ്പിട്ട UDF സ്ഥാനാർത്ഥി നിത്യശ്രീയുടെ പത്രിക വ്യാജ ഒപ്പെന്ന് ചൂണ്ടിക്കാട്ടി തള്ളി. ഇതിന് പിന്നിൽ CPIMന്റെ ഭീഷണിയാണെന്നും റിട്ടേണിംഗ് ഓഫീസർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് DCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകി. നമുക്ക് DCC പ്രസിഡന്റിന് പറയാനുള്ളതൊന്ന് കേൾക്കാം. എല്ലാ സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുവാൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുകയും അതിലെ ഒരു 2 സ്ഥലത്ത് നിരന്തരമായ ഭീഷണി കൊണ്ട് ഞങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആ വീടുകളിലൊക്കെ അതിന്റെ ബേക്കിലെ ചെന്ന് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അന്ന് ആ നോമിനേഷൻ 2 കൊടുക്കാൻ നമുക്ക് സാധിച്ചു. നമ്മൾ പ്രപ്പോസ് ചെയ്തവരുടെ വീടുകളിൽ കയറി ചെല്ലുകയും പ്രപ്പോസ് ചെയ്തത് ഞങ്ങളല്ല എന്ന് പറയാൻ വേണ്ടിയുള്ള നിർബന്ധപൂർവമായി ഭീഷണിപ്പെടുത്തി പറയിക്കുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. CPIM ഭീഷണിയാണ് തന്റെ പത്രിക തള്ളാൻ കാരണമെന്ന് മലപ്പുട്ടം കൊവുന്തല വാർഡിലെ UDF സ്ഥാനാർത്ഥി നിത്യശ്രീ പറയുന്നു. അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഈ കുട്ടിയുടെ ഒപ്പനെയാണ്, എന്റെ മുന്നിൽ തന്നെയാണ് ഇത് ഒപ്പിട്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ മുഖവിലേക്ക് കൊള്ളുന്നില്ല. അദ്ദേഹത്തെയും വലിയ രീതിയിൽ വട്ടം കൂടി ഇരുന്നിട്ട് ഒച്ച ഉണ്ടാക്കുകയായിരുന്നു, ഭയപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പഞ്ചായത്ത് എത്തിയവിടെ തന്നെ എല്ലാവരും കൂടി വട്ടം കൂടി എന്നെ ഭീഷണിപ്പെടുത്താൻ തന്നെയായിരുന്നു ശ്രമിച്ചത്. ഞാൻ അവിടെ നിന്ന് റിജക്ട് ആയെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ അവർ എന്റെ എതിരാളിയെ വിജയം പ്രഖ്യാപിച്ച് സീറ്റ്സ് ഒക്കെ വിതരണം ചെയ്തിരുന്നു. ആന്തൂരിലും UDF സ്ഥാനാർത്ഥികളെ CPIM ഭീഷണിപ്പെടുത്തിയെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. അതേസമയം ആരോപണങ്ങളെല്ലാം തള്ളുകയാണ് CPIM. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം ചേരുന്നു. അരുൺ പൂപ്പറമ്പ, ഗുഡ് ഈവനിംഗ്. ഈ ഭീഷണി എന്ന് പറയുന്നത് അവിടെ നമ്മൾ എത്തി പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എതിരില്ലാതെ വിജയിച്ചു എന്നുള്ള വലിയ ആഘോഷം നമ്മൾ കണ്ടിരുന്നു. ആ ആഘോഷത്തിന് പിന്നിൽ ഇങ്ങനെയും ചില എപ്പിസോഡുകൾ നടന്നുവെന്നാണോ മനസ്സിലാക്കുന്നത്? സുജയ, കണ്ണൂരിൽ ഈ പത്രിക നൽകുന്ന ഘട്ടത്തിൽ തന്നെ ആന്തൂർ നഗരസഭ അതോടൊപ്പം മലപ്പട്ടം കണ്ണപുരം പഞ്ചായത്തുകളിൽ 2 വീതം വാർഡുകളിൽ CPMന് എതിരാളികളിൽ അല്ലെങ്കിൽ എതിരില്ലാതെ വിജയിക്കപ്പെട്ടു എന്ന വിവരം പുറത്തു വന്നിരുന്നു. അത് നമുക്കറിയാം, ആന്തൂർ നഗരസഭയും കണ്ണപുരവും മലപ്പട്ടവും ഒക്കെ CPMന്റെ ശക്തി കേന്ദ്രങ്ങളാണ്. ആന്തൂരിൽ പ്രതിപക്ഷമില്ലാത്ത നഗരസഭയാണ്. മലപ്പട്ടത്തും കണ്ണപുരത്തും സമാനമാണ് സാഹചര്യം. എന്നാൽ കോൺഗ്രസ് പറയുന്നത് ഇത് CPMന്റെ ശക്തി കേന്ദ്രമാണെങ്കിൽ പോലും എല്ലാ വാർഡുകളിലും ഇവിടെയെല്ലാം സ്ഥാനാർത്ഥികൾ നിർത്താൻ ഞങ്ങൾക്ക് ആളുണ്ട്, അതിനെ പിന്താങ്ങാൻ ആളുണ്ട്. പലയിടത്തും, അതായത് എതിരാളികളില്ലാതെ പോയ സ്ഥലത്ത് അത് CPMന്റെ സ്വാധീനം കൊണ്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് CPM പ്രാദേശികമായി വലിയ ഭീഷണി ഈ സ്ഥാനാർത്ഥിയായി നിൽക്കാൻ പോകുന്ന ആളെ അല്ലെങ്കിൽ പിന്താങ്ങാൻ പോകുന്ന ആൾക്ക് ഭീഷണിപ്പെടുത്തുന്നു. പലതരത്തിലുള്ള സമ്മർദ്ദം CPMന്റെ ഭാഗത്തുണ്ടാകുന്നു. ഇതുകൊണ്ടാണ് ഇത്തരം പലയിടങ്ങളിലും സ്ഥാനാർത്ഥികൾ നിർത്താൻ പറ്റാതെ പോയത് എന്ന കാര്യമാണ് രാഷ്ട്രീയ ആരോപണമായി കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ മലപ്പട്ടം പഞ്ചായത്തിലെ 12ാം വാർഡിൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് നിത്യശ്രീ പത്രിക നൽകിയിരുന്നു. അതിന് ഈ സൂക്ഷ്മ പരിശോധനയിൽ നിത്യശ്രീയുടെ ഈ പത്രിക തള്ളുന്ന സാഹചര്യമുണ്ടായി. ഒപ്പ് വ്യാജം എന്ന കാര്യമാണ് റിട്ടേണിംഗ് ഓഫീസർ ചൂണ്ടിക്കാണിച്ചത്. തള്ളുകയാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഭീഷണി എന്നുള്ള വാദമുയർത്തി കോൺഗ്രസ് ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കുമോ എന്നതാണ് അടുത്ത ദിവസങ്ങളിൽ അറിയേണ്ടത്.